നമ്മുടെ നാട്ടിൽ ഇന്ന് ഇറങ്ങുന്ന ചെറിയ ഹാഷ് ബാക്കുകൾ മുതൽ വലിയ SUV-കളിൽ വരെ ടർബോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടർബോ എന്ന ബാഡ്ജിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചെറിയ എഞ്ചിനാണെങ്കിലും വണ്ടിക്ക് കൂടുതൽ പവറും മൈലേജും നൽകാൻ ഈ ടർബോക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ടർബോ ചാർജറിന്റെ A to Z പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. നേരിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അടിസ്ഥാനപരമായിട്ട് നമ്മളുടെ വണ്ടിയുടെ എഞ്ചിൻ ഒരു എയർ പമ്പ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് അന്തരീക്ഷത്തിൽ നിന്നും വായു എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഓക്സിജൻ. ഈ ഓക്സിജനും അതിൻ്റെ കൂടെ തന്നെ ഇന്ധനത്തിനെയും ഉള്ളിലേക്ക് വലിച്ചെടുത്ത് അതിനെ കംപ്രസ് ചെയ്ത് കത്തിച്ചിട്ടാണ് നമുക്ക് ആവശ്യമുള്ള പവർ ഉണ്ടാക്കുന്നത്. ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് ആവശ്യമുള്ളത് ഓക്സിജൻ, ഇന്ധനം, അത് രണ്ടും പ്രവർത്തിച്ചുണ്ടാകുന്ന ഹീറ്റ്. ഈ കാര്യമാണ് പ്രധാനമായിട്ട് ഒരു എഞ്ചിന്റെ അടിസ്ഥാനം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ സാധാരണ എഞ്ചിന്റെ കാര്യം എടുക്കാം. സാധാരണ എഞ്ചിൻ എന്ന് പറയുമ്പോൾ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻസ് എന്ന് നമ്മൾ പറയുന്ന എഞ്ചിൻ. ഈ ഒരു എഞ്ചിന് അന്തരീക്ഷത്തിൽ നിന്ന് വായുവിനെ സ്വയം വലിച്ചെടുക്കാനുള്ള ശേഷി കുറച്ച് കുറവാണ്, അല്ലെങ്കിൽ പരിമിതമാണെന്ന് നമുക്ക് പറയാം. അതായത് അതിൻ്റെ വോളുമെട്രിക് എഫിഷ്യൻസി കുറവാണ്, ഒരു 70 മുതൽ 80% വരെ മാത്രമായിരിക്കും. എന്നാൽ എഞ്ചിന്റെ വലിപ്പം കൂട്ടിയാൽ നമുക്ക് വോളുമെട്രിക് എഫിഷ്യൻസി അല്ലെങ്കിൽ എഞ്ചിന്റെ ഉള്ളിലേക്ക് വായുവിനെ വലിച്ചെടുക്കുന്നതിനുള്ള കപ്പാസിറ്റി കൂട്ടാൻ പറ്റും. പക്ഷെ അവിടെ എഞ്ചിന്റെ വലിപ്പം കൂട്ടണമെങ്കിൽ അവിടെ നമുക്ക് ചിലവ് കൂടും, അതുപോലെ തന്നെ ഭാരമൊക്കെ വർദ്ധിക്കും. എന്നാൽ എഞ്ചിന്റെ വലിപ്പം കൂട്ടാതെ തന്നെ ഈ എഫിഷ്യൻസി 100% മുകളിലേക്ക് എത്തിക്കാൻ ഒരു വഴിയുണ്ട്. അതാണ് ടർബോ ചാർജർ എന്ന് പറയുന്നത്. 1905 സ്വിസ് എഞ്ചിനീയർ ആയിട്ടുള്ള ആൽഫ്രഡ് ബൂച്ചിയാണ് നമ്മുടെ ടർബോ ചാർജർ കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഒരു ടർബോ ചാർജറിന് പ്രധാനമായിട്ടും 2 ഭാഗങ്ങളാണുള്ളത്. ഒരു ടർബൈനും ഒരു കംപ്രസറും. അപ്പൊ ഇതിൽ നടക്കുന്നത്, നമ്മുടെ എഞ്ചിൻ്റെ ഉള്ളിൽ ഫ്യൂവലൊക്കെ കത്തി, ഓക്സിജനുമായിട്ട് ചേർന്ന് ഫ്യൂവൽ കത്തി എക്സോസ്റ്റ് ഗ്യാസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പുറന്തള്ളാനുള്ള പുക. ഈ പുക പോകുന്ന വഴിക്ക് ഒരു ടർബൈൻ വെക്കും. നമ്മുടെ ടർബോ ചാർജറിന്റെ 2 ഭാഗങ്ങളുണ്ട്, അതിൽ ടർബൈൻ. ഈ എക്സോസ്റ്റ് ഗ്യാസ് പോകുന്ന വഴിക്കാണ് ടർബൈൻ ഉണ്ടാവുക. ഗ്യാസ് നല്ല പ്രഷറിൽ അല്ലെങ്കിൽ നല്ല ഫോഴ്സിലാണല്ലോ പോവുക. ഈ പോകുന്ന വഴിയിൽ ഒരു ടർബൈൻ വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാസ് എന്ത് ചെയ്യും? ആ ടർബൈൻ്റെ ബ്ലേഡുകളിലൂടെ കടന്നു പോകുമ്പോൾ ടർബൈനെ കറക്കും. ഈ ടർബൈൻ കറങ്ങുന്ന വേഗത എന്ന് പറയുമ്പം നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്താണ്. അല്ലെങ്കിൽ അതിൻ്റെ RPM എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം മുതൽ 2.5 ലക്ഷം വരെയാണ് ഈ ടർബൈൻ കറങ്ങുന്ന RPM. അത്രയ്ക്ക് വേഗതയിൽ ഈ ടർബൈന് കറങ്ങാൻ കഴിയും. അതിന് നമ്മളെ സഹായിക്കുന്നത് ഈ എക്സോസ്റ്റ് ഗ്യാസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ടർബോ ചാർജറിന്റെ അടുത്ത ഭാഗം കംപ്രസർ. ഈ ടർബൈനെ ഒരു ഷാഫ്റ്റ് വഴി ഒരു കംപ്രസറിലേക്ക് ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ടർബൈൻ കറങ്ങുമ്പം ഈ കംപ്രസറിന്റെ ഉള്ളിലുള്ള ഇമ്പല്ലർ അല്ലെങ്കിൽ കംപ്രസറിന്റെ ബ്ലേഡുകളും എന്ത് ചെയ്യും? കറങ്ങും. കംപ്രസറിന്റെ പരിപാടി എന്താണ്? കംപ്രസർ എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നുള്ള വായുവിനെ വലിച്ചെടുത്ത് അതിന്റെ പ്രഷർ കൂട്ടാനാണ് നമ്മൾ കംപ്രസർ ഉപയോഗിക്കുന്നത്. ആ ഒരു സാധനം തന്നെയാണ് ഇവിടെയും ഈ കംപ്രസർ ചെയ്യുന്നത്. ടർബൈൻ കറങ്ങുമ്പം ആ ഷാഫ്റ്റ് വഴി ഇവിടെയുള്ള കംപ്രസറിന്റെ ഉള്ളിലുള്ള ഇമ്പല്ലർ കറങ്ങും. അങ്ങനെ കറങ്ങുമ്പം അന്തരീക്ഷത്തിൽ നിന്നുള്ള വായുവിനെ ശക്തമായി ഉള്ളിലേക്ക് വലിച്ചെടുത്ത് കംപ്രസ് ചെയ്ത് ഉയർന്ന മർദ്ദത്തിൽ എഞ്ചിന്റെ സിലിണ്ടറിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. കൂടുതൽ വായു എത്തുന്ന സമയത്ത് കൂടുതൽ ഇന്ധനം മികച്ച രീതിയിൽ കത്തും. അതോടെ എഞ്ചിന്റെ വോളുമെട്രിക് എഫിഷ്യൻസി കൂടും. അങ്ങനെ വണ്ടിക്ക് ഇരട്ടി പവറും ലഭിക്കും. അതായത് നേരത്തെ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ വായുവിനെ വലിച്ചെടുക്കുന്നത് 1 ലിറ്റർ ആണെന്ന് വിചാരിച്ചോ. 1 ലിറ്റർ വായുവിനെയാണ് വലിച്ചെടുക്കുന്നത്. ആ വായുവിനെ വലിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ടർബോ ചാർജർ ഒരു 1.5 ലിറ്റർ വായുവിനെ കംപ്രസ് ചെയ്ത് പുറത്തു നിന്ന് അങ്ങോട്ട് തള്ളി വിടുകയും കൂടെ ചെയ്യുമ്പോൾ അവിടെ മൊത്തം 2.5 ലിറ്റർ ഓക്സിജൻ എത്തി, അല്ലെങ്കിൽ വായു എത്തി. അതായത് എഫിഷ്യൻസി ഇരട്ടിയിലധികം അവിടെ കൂടി. അതുകൊണ്ട് തന്നെ പവറും നമുക്ക് ഇരട്ടിയിലധികം ലഭിക്കും. ഒരു ടർബോ ചാർജറുള്ള എഞ്ചിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മിനിറ്റിൽ 2 ലക്ഷത്തിലധികം തവണ കറങ്ങുന്ന ടർബോയുടെ സെന്റർ ഷാഫ്റ്റ് അമിതമായി ചൂടാകാനും അതുപോലെ തന്നെ അത് ജാം ആവാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. ഇങ്ങനെ നടക്കാതിരിക്കണമെങ്കിൽ ഇതിനെ തണുപ്പിക്കാനും സുഗമമായിട്ട് കറക്കാനും എൻജിൻ ഓയിലിൻ്റെ ഒരു പ്രഷർ ആവശ്യമാണ്. അതായത് ഈ ഷാഫ്റ്റ് കറങ്ങുമ്പം മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റ് ഒന്നും വരാൻ പാടില്ല. അത് ഈ ഓയിലിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് ബിയറിംഗ് അവിടെ കിട്ടണം, ഹൈഡ്രോളിക് ബിയറിംഗ് അവിടെ കിട്ടണം. അതിനായിട്ട് നല്ല പ്രഷറിലുള്ള ഓയിൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് ടർബോ വണ്ടികൾ ഉപയോഗിക്കുന്ന ആളുകൾ കൃത്യസമയത്ത് നല്ല ക്വാളിറ്റിയുള്ള എൻജിൻ ഓയിൽ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ടർബോ ചാർജർ കംപ്ലൈൻ്റ് ആവും. പിന്നെ അത് ഭീമമായ ഒരു ചെലവിലേക്ക് നയിക്കുകയും ചെയ്യും. ഈ എക്സോസ്റ്റ് പുക കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ടർബോയുടെ ഒരു ഭാഗം എപ്പോഴും നല്ല ചൂടായിട്ട് പഴുത്തിരിക്കും, നല്ല പഴുത്ത് ചുവന്നിരിക്കും.
അതായത് ടർബൈൻ ഉള്ള ഭാഗം, ആ ഭാഗത്തൂടെയാണല്ലോ നമ്മുടെ എക്സോസ്റ്റ് ഗ്യാസ് കടന്നു പോകുന്നത്. ഇനി മറ്റേ ഭാഗത്തിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ കംപ്രസർ വരുന്ന ഭാഗത്തെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ വായുവിനെ കംപ്രസ് ചെയ്യുന്ന സമയത്ത് ഈ വായുവിലെ തന്മാത്രകളൊക്കെ പരസ്പരം ഉരസി വായുവിന്റെ ചൂടും നല്ല രീതിയിൽ കൂടും. അതായത് കംപ്രസ് ചെയ്യുമ്പം ആ എയറിന്റെ ചൂട് നല്ല രീതിയിൽ കൂടും. ഇങ്ങനെ ചൂടുള്ള വായുവിന്റെ ഒരു കാര്യം എടുക്കുന്ന സമയത്ത്, ചൂട് കൂടുന്ന സമയത്ത് ഇതിന്റെ ഡെൻസിറ്റി കുറയും. ഇങ്ങനെ ഡെൻസിറ്റി കുറഞ്ഞാൽ നമ്മൾക്ക് ആ ഉദ്ദേശിച്ച ഒരു ഫലം നമുക്ക് കിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു വോളുമെട്രിക് എഫിഷ്യൻസി ഒക്കെ കൂട്ടണം എന്ന്. പക്ഷെ അവിടെ എയറിന്റെ ഡെൻസിറ്റി കൂടി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എത്തില്ല. അതുകൊണ്ട് ഈ കംപ്രസ് ചെയ്ത എയറിനെ നമ്മുടെ എഞ്ചിനിലേക്ക് എത്തുന്നതിന്റെ മുമ്പായിട്ട് ഒന്ന് തണുപ്പിക്കണം. ഇങ്ങനെ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഇന്റർകൂളർ. ചില വണ്ടിയുടെയൊക്കെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, വെറുതെ ചില പിക്കപ്പിന്റെ മുകളിലൊക്കെ കണ്ടിട്ട് ഇന്റർകൂളർ എന്നൊക്കെ എഴുതി വെച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ ഇന്റർകൂളറിന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റേഡിയേറ്റർ പോലെ തന്നെയാണ്. റേഡിയേറ്റർ എന്താ ചെയ്യുന്നത്? തണുപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. അതേ രീതിയിൽ ഇവിടെ ഇന്റർകൂളർ ചെയ്യുന്നത് കംപ്രസറിൽ നിന്നും കംപ്രസ് ചെയ്ത് വരുന്ന പ്രഷർ കൂടിയ ഈ എയറിനെ തണുപ്പിക്കും. ഇന്റർകൂളറിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു റേഡിയേറ്റർ ചെയ്യുന്നത് പോലെ തന്നെ അതിനെ തണുപ്പിച്ചിട്ട് നേരെ തണുത്ത ഈ ഓക്സിജൻ തന്മാത്രകളൊക്കെ കൂടെ നേരെ എഞ്ചിനിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വാഹനത്തിന്റെ എഫിഷ്യൻസി നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ വാഹനം കൂടുതൽ RPM ഓടുന്ന സമയത്ത് എക്സോസ്റ്റ് പുകയുടെ അളവ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇങ്ങനെ കൂടുതലായിട്ട് എക്സോസ്റ്റ് ഗ്യാസ് നല്ല ഫോഴ്സിൽ പുറത്തേക്ക് പോകുമ്പം ടർബോ അമിതമായിട്ട് കറങ്ങാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട്. അതായത് ഈ ഗ്യാസ് പോകുമ്പോൾ ടർബോ ഒരു പരിധി വിട്ടങ്ങ് കറങ്ങും. അങ്ങനെ കറങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കൂടുതൽ എയർ കംപ്രസ് ചെയ്തിട്ട് നമ്മുടെ എഞ്ചിനിലേക്ക് എത്തും. നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇങ്ങനെ വരാതിരിക്കാനായിട്ട് ടർബോയിലേക്ക് പോകുന്ന എക്സോസ്റ്റ് ഗ്യാസിന്റെ അളവ് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. ഇതിന് രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്ന് വേസ്റ്റ് ഗേറ്റ് എന്ന് പറയും. അതായത് ടർബോയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലും കൂടുതൽ എക്സോസ്റ്റ് പ്രഷർ വരുന്ന സമയത്ത് ഈ വേസ്റ്റ് ഗേറ്റ് വാൾവ് തുറന്ന് ആ അമിതമായിട്ട് എത്തിയിട്ടുള്ള പുകയെ ടർബോയിൽ കയറ്റാതെ നേരെ സൈലൻസറിലേക്ക് ബൈപ്പാസ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഇത് മെക്കാനിക്കലായിട്ടോ അല്ലെങ്കിൽ സെൻസറുകൾ വഴിയോ ഒക്കെയാണ് നിയന്ത്രിക്കുന്നത്. ഇനി രണ്ടാമതൊരു മാർഗമുണ്ട്, അത് ബ്ലോ ഓഫ് വാൾവ് എന്ന് പറയും. ഇത് വേറൊരു രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനം. അതായത് നമ്മൾ പെട്ടെന്ന് ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് എഞ്ചിനിലെ ഈ ത്രോട്ടിൽ വാൽവ് അടയുമല്ലോ. ഇത് പെട്രോൾ ടർബോയിലാട്ടോ വരുന്നത്. അതായത് പെട്രോൾ എഞ്ചിനിൽ ടർബോ വെക്കുമ്പോഴാണ് ഇത് വരുന്നത്. ഈ സമയം ടർബോ കംപ്രസ് ചെയ്ത് വെച്ച വായു തിരിച്ച് ടർബോയിലേക്ക് തന്നെ വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ടർബോയുടെ ഫാനുകളൊക്കെ കേടായിട്ട് പോകും. ഈ ഒരു അപകടം വരാതിരിക്കാനായിട്ട് അവിടെ ബ്ലോ ഓഫ് വാൾവ് തുറന്ന് അവിടെയുള്ള എക്സസ് ഗ്യാസിനെ പുറത്തേക്ക് വിടും. ഈ സമയത്താണ് നമുക്കൊരു ടർബോ എന്നുള്ളൊരു ശബ്ദം കേൾക്കാറുണ്ട്. നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് ടർബോ എന്നൊരു ശബ്ദം കേൾക്കാറുണ്ട്. ഈ ശബ്ദം ഇതാണ് സംഭവം. ഈ ഡീസൽ എഞ്ചിന്റെ കാര്യം നോക്കുന്ന സമയത്ത് ടർബോ ചാർജർ ശരിക്കും ഒരു അനുഗ്രഹമാണെന്ന് തന്നെ പറയാം. കാരണം ഡീസൽ എഞ്ചിനുകൾക്ക് എയർ ഇൻടേക്ക് നിയന്ത്രിക്കാനായിട്ട് ത്രോട്ടിൽ വാൾവുകളൊന്നുമില്ല. അവ എപ്പോഴും കൂടുതൽ വായു എത്തുന്നത് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ ഡീസൽ എഞ്ചിനുകളിൽ ടർബോ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും നല്ല എഫിഷ്യൻസിയും മൈലേജും ടോർക്കും ഒക്കെ നൽകാനും സാധിക്കും. എന്നാൽ പെട്രോൾ വണ്ടികളിൽ ത്രോട്ടിൽ വാൾവുകൾ ഉള്ളതുകൊണ്ട് തന്നെ ടർബോ പ്രഷർ കൃത്യമായി മാനേജ് ചെയ്യണം. അതുകൊണ്ട് പെട്രോൾ ടർബോയ്ക്ക് കുറച്ച് ചൂടും കൂടുതലായിരിക്കും, കുറച്ച് ലാഗ് ഒക്കെ കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് ഈ ടർബോ ലാഗ് എന്താണെന്ന് നോക്കിയാലോ. ഈ ടർബോകളുടെ കാര്യം നോക്കുന്ന സമയത്ത് ചെറിയ ടർബോകളാണെങ്കിൽ, അതായത് ചെറുതും വലുതും ഒക്കെ വെക്കാലോ. ചെറിയ ടർബോകളാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കറങ്ങും. നമ്മളുടെ ഈ എക്സോസ്റ്റ് ഗ്യാസ് പോകുന്ന സമയത്ത് അവിടെ വെച്ചിരിക്കുന്നത് ഒരു ചെറിയ ടർബൈൻ ആണെങ്കിൽ വളരെ പെട്ടെന്ന് കറങ്ങുമല്ലോ. അതൊരു വലിയ ടർബൈൻ ആണെങ്കിൽ അത് കറങ്ങാനായിട്ട് കുറച്ച് സമയം എടുക്കും. നമുക്ക് ആവശ്യമുള്ള ഒരു സ്പീഡിലേക്ക് ഇറങ്ങണ്ടേ. അതായത് ചുമ്മാ അങ്ങ് കറങ്ങിയിട്ട് കാര്യമില്ല. ഈ ടർബൈൻ കറങ്ങി അത് കംപ്രസറിലുള്ള ഇമ്പല്ലറിനെ കറക്കിയിട്ട് നമുക്ക് ആവശ്യമായൊരു പ്രഷറിലേക്ക് എയറിനെ കംപ്രസ് ചെയ്യണം. ആ ഒരു കംപ്രസ് ചെയ്യാനുള്ള സ്പീഡിലേക്ക് എത്തിയാലേ നമുക്ക് ആ ടർബോയിൽ നിന്നുള്ള പവർ എഞ്ചിനിൽ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ചെറിയ ടർബോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സോസ്റ്റ് ഗ്യാസ് പോകുന്ന വഴി പെട്ടെന്ന് തന്നെ ടർബൈനെ കറക്കാനും കംപ്രസറിന് വായുവിനെ കംപ്രസ് ചെയ്ത് വിടാനും സാധിക്കും. എന്നാൽ കുറച്ച് സ്പീഡ് കൂടി കഴിഞ്ഞാൽ ഈ ചെറിയ ടർബോകൾക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിക്കില്ല. ആ സമയത്ത് വലിയ ടർബോകൾ തന്നെ വേണം നമുക്ക് കൂടുതൽ പവർ തരാനായിട്ട്. കാരണം വലിയ ടർബോകൾക്ക് കൂടുതൽ എയറിനെ കംപ്രസ് ചെയ്ത് നമ്മളുടെ എഞ്ചിനിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ ഈ വലിയ ടർബോകളാവുന്ന സമയത്ത് എക്സോസ്റ്റ് ഗ്യാസിന് ഈ ഇമ്പല്ലറിനെയൊക്കെ കറക്കി
എയറിനെ കംപ്രസ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സമയം കൂടുതലായിട്ട് വേണ്ടി വരും. ഇങ്ങനെ വരുന്ന ഈ ഒരു സമയം ഉണ്ടല്ലോ, വണ്ടി ആക്സലറേറ്റർ കൊടുത്ത് എക്സോസ്റ്റ് ഗ്യാസ് പോയി ഈ ടർബൈനെയൊക്കെ കറക്കി എയർ കംപ്രസ് ചെയ്ത് തിരിച്ച് എഞ്ചിനിലേക്ക് എത്തുന്ന ഒരു സമയമുണ്ടല്ലോ, ഈ ഒരു ഇടവേളയെയാണ് നമ്മൾ ടർബോ ലാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടർബോ ലാഗ് എന്തായാലും ചെറിയ രീതിയിൽ ഈ പറഞ്ഞ വാഹനങ്ങളിൽ ഉണ്ടായിരിക്കും, ടർബോ ചാർജർ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ. പക്ഷേ നമ്മളുടെ അടുത്ത ലക്ഷ്യം അല്ലെങ്കിൽ കമ്പനികളുടെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടർബോ ലാഗ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിൽ ഒരു മാർഗമാണ് പാരലൽ ടർബോ. ഒരേ വലിപ്പമുള്ള 2 ടർബോകൾ ഒരേ സമയം 2 വശത്തു നിന്നും എഞ്ചിനിലേക്ക് വായു നിറയ്ക്കുക. ഇതാണ് V6 അല്ലെങ്കിൽ V8 എഞ്ചിനുകളിലൊക്കെ നടക്കുന്ന കാര്യം. 2 ഭാഗത്തു നിന്നും ഒരേ സൈസിലുള്ള ടർബോകൾ എഞ്ചിനിലേക്ക് വായു നിറയ്ക്കുന്ന ഒരു രീതി. ഇനി വേറൊന്നാണ് സീക്വൻഷ്യൽ ടർബോ എന്ന് പറയും. അതായത് അവിടെ 2 ടർബോ ഉണ്ടാവും. കുറഞ്ഞ സ്പീഡിൽ കറങ്ങാനായിട്ട് ഒരു ചെറിയ ടർബോ ഉണ്ടാവും. സ്പീഡ് കൂടുന്ന സമയത്ത് പവർ നൽകാനായിട്ട് അവിടെ ഒരു വലിയ ടർബോയും ഉണ്ടാവും. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ചെറിയ ടർബോ കറങ്ങിയിട്ട് അതിൽ നിന്നും കംപ്രസ് ചെയ്ത എയർ എഞ്ചിനിലേക്ക് എത്തിക്കും. അങ്ങനെ ഒരു സ്പീഡ് ഒരു പരിധിയിൽ എത്തുന്ന സമയത്ത് വലിയ ടർബോ കറങ്ങാൻ തുടങ്ങും. അപ്പോൾ കൂടുതൽ എയർ കംപ്രസ് ചെയ്ത് എഞ്ചിനിലേക്ക് എത്തിക്കും. ഇങ്ങനെ ഇത് രണ്ടും മാറി മാറി പ്രവർത്തിച്ചിട്ട് ഈ ഒരു ലാഗ് ഇല്ലാതാക്കും. ഇങ്ങനെ ഉള്ളൊരു വാഹനമാണ് ടയോട്ടയുടെ സുപ്ര എന്നുള്ളൊരു വണ്ടിയില്ലേ, ടയോട്ട സുപ്ര. ഇത് ഇതിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ ചെറിയ എഞ്ചിനിൽ നിന്നും വലിയ പെർഫോമൻസും ഒപ്പം മികച്ച ഇന്ധനക്ഷമതയും നൽകുന്ന ടർബോ ചാർജറിൻ്റെ പ്രവർത്തനം ഈ പറഞ്ഞതാണ്. ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വാഹന കമ്പക്കാരായ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഇത്തരം ഓട്ടോമൊബൈൽ ഇൻഫർമേഷൻസിനായി നമ്മളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.